തീർച്ചയായിട്ടും വളരെ സന്തോഷത്തിൽ തന്നെയാണ്. ഓരോ സിനിമയുടെ വിജയവും വളരെ സ്പെഷ്യലാണ്. ഇടുന്ന എഫേർട്ട് സ്ക്രീനിൽ വരുമ്പോൾ ആളുകൾ തിരിച്ചറിയുന്നു ആ സിനിമ എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രീതിയിലാണ് എന്ന് തിരിച്ചറിയുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ജോഫിൻ എന്ന് പറഞ്ഞ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിലിം മേക്കറിന്റെ ഒരു മൈൽ സ്റ്റോൺ സിനിമയുടെ ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. 24 അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ ഇനിയുള്ള വർഷങ്ങൾ അങ്ങോട്ട്. ഡയറക്ടറെ അടുത്താണ് നോർമലി ഇങ്ങനെ ഒരു സബ്ജക്ട് ചെയ്യുന്ന സമയത്ത്, കാരണം ഒരു നമ്മൾ ഫിലിം സെറ്റുകളിൽ നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഓൾറെഡി ഇറങ്ങിയ ഒരു സിനിമയിൽ ഇങ്ങനൊരു സാധനം ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അതൊരു നല്ല എഫേർട്ട് വേണം, നല്ല റിസർച്ച് വേണം. എത്രത്തോളം ടഫായിരുന്നു ഇങ്ങനെ സബ്ജക്ട് ചെയ്യുന്ന സമയത്ത്? അത് തന്നെയായിരുന്നു ഈ സിനിമ ഇത്രയും ഡിലേ ആവാനുള്ള കാരണം. അതിൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പ്രീസ്റ്റ് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് 4 വർഷം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം പ്രീസ്റ്റ് റിലീസായി 21 കഴിഞ്ഞ് 25 കൃത്യം 4 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത സിനിമ റിലീസാവുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് അത്രയും ബുദ്ധിമുട്ടാണ് ഈ സിനിമ ചെയ്തെടുക്കാൻ എന്നുള്ളത്. ഇപ്പോൾ സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് എത്രത്തോളം അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സിനിമയുടെ ഒരു ക്ലറിക്കൽ ജോബ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുത്തു. അല്ല, എനിക്കിതിൽ സിനിമ കണ്ടവർക്കറിയാം ഇതിൽ മമ്മൂക്കയുടെ സമ്മതമില്ലാതെ സിനിമ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആലോചന എടുത്ത് ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ മമ്മൂക്കയോട് സംസാരിച്ച് നോക്കാം എന്നുള്ള പറഞ്ഞിട്ടായിരുന്നു. മമ്മൂക്കയോട് പറഞ്ഞ സമയത്ത് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പറഞ്ഞു അത് അതിനേക്കാൾ നല്ലത് ശരിക്കും ഉണ്ടായ സംഭവമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കാര്യം പറഞ്ഞു തന്നത്. അതാണ് ആ സിനിമയുടെ ഒരു പോയിന്റിൽ വരുന്നത്. അത് ശരിക്കും നടന്ന സംഭവമാണ്. അത് സിനിമ കാണുന്നവർക്ക് അത് മനസ്സിലാവാറുണ്ട്. ഇപ്പോഴും ഞങ്ങൾ അതേ നിലയിൽ തന്നെയാണുള്ളത്. അനശ്വര 2025 തുടങ്ങി ആദ്യത്തെ സിനിമ ഇല്ല, ഇത്രയും നാളും സെലക്ട് ചെയ്ത് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എന്റെ ആരെ കൊത്തിക്കൊണ്ടുപോകാൻ എത്ര പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും നാളത്തെ എക്സ്പീരിയൻസസ് എന്നൊക്കെ തന്നെ ഉണ്ടായ കുറെ മാറ്റങ്ങളാണ്. ഇപ്പോഴും സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത് ഞാനാണ്, പക്ഷെ മൊത്തത്തിൽ ഓരോ അടുക്കും ചിട്ടയും വന്നിട്ടുണ്ട്. അതിന്റെ വ്യത്യാസങ്ങളായിരിക്കും. തുടരാൻ തന്നെയാണ് എന്റെ ആഗ്രഹം. നോക്കാം. കഴിഞ്ഞിറങ്ങി പുറത്തേക്ക് വരുമ്പോ ഞാൻ പറഞ്ഞു ഒരുപാട് നല്ല മൊമെന്റ്സ് തിയേറ്ററിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഗംഭീരമായ ഇമോഷൻസ് വരുന്ന സമയത്തൊക്കെ ഉള്ള കയ്യടികളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അപ്പോ തിരിച്ചു വന്നത് കൺഗ്രാറ്റുലേഷൻസ് ഫ്രം മമ്മൂട്ടി ചേട്ടൻ എന്നായിരുന്നു. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എനിക്കും അതേപോലെ ഒരു മെസ്സേജ് ഞാൻ അയച്ച ഒരു താങ്ക് യു മെസ്സേജ് റിപ്ലൈ ആയിട്ട് സെയിം മെസ്സേജ് എന്തൊരു അപ്ഡേറ്റഡ് ആണെന്ന് ആലോചിക്കണം അദ്ദേഹം. നമുക്കത് കണ്ടു കഴിഞ്ഞപ്പോ കുറെ കാര്യങ്ങൾ തിരുത്തി ചെയ്തതാണോ അങ്ങനെയാണെങ്കിൽ ആൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഉണ്ടാക്കിയൊരു കഥയാണ്. കാരണം അതിൽ 2 സിനിമകളുടെ റെഫറൻസ് ഒക്കെ വരുമ്പോൾ അത് ഭയങ്കര കൺവിൻസിംഗ് ആയിരുന്നു. അത് അതിലെ ഒരു സിനിമയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പൊ തന്നെ ഇതിനകത്ത് ജഗദീഷേട്ടന്റെ സീൻസുകളൊക്കെ ഉണ്ട്. അത് ശരിക്കും അങ്ങനെ, കാരണം നമ്മൾ കേട്ടിട്ടുണ്ട്, അങ്ങനെ സ്റ്റോറീസ് കേട്ടിട്ടുണ്ടായിരുന്നു ജഗദീഷേട്ടന്റെ സീൻസുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ. അതിനെപ്പറ്റി നമ്മൾ ഇന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടേ. ഈ സിനിമയെ പറ്റി പറയുന്നത് ഈ സിനിമയ്ക്ക് യാതൊരുവിധ ട്വിസ്റ്റോ അങ്ങനെ ഭയങ്കര ഹൈ മൊമെന്റ്സോ ഒന്നുമുള്ള സിനിമയല്ല. ഈ സിനിമ ആൾക്കാർക്ക് വർക്കാവുന്നത് എനിക്ക് മനസ്സിലായത് ഇതിന്റെ ഒരു ഞങ്ങൾ ഉദ്ദേശിക്കുന്നതും അതിന്റെ പശ്ചാത്തലത്തിലുള്ള പുതുമയാണ്. അത് നമ്മളെല്ലാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ നഷ്ടപ്പെടും. അതെ, സിനിമ